ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട്. സോഴ്സ് ഓഫ് ഇ എം എഫ്. എന്താണ് സോഴ്സ് ഓഫ് ഇ എം എഫ് ഫോർ സെൽസ്? എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് സെല്ലിൻ്റെ ഉപയോഗം, സെല്ലിൽ എങ്ങനെയാണ് ഈ ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ കാര്യത്തെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുന്നത്. ഇപ്പോൾ സെല്ല് നിങ്ങൾ എന്തായാലും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. യു ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. സാധാരണ നമ്മൾ കാണുന്ന സെല്ല് ടോർച്ച് ബാറ്ററിയുടെ സെല്ലാണ്, ഡ്രൈ സെല്ലാണ്, കാർ ബാറ്ററി, അങ്ങനത്തെ സെല്ലുകളാണ് നമ്മൾ സാധാരണ കാണുന്ന സെല്ലുകൾ. സെൽ ഈസ് എ ഡിവൈസ് ഓർ എൻ അറേഞ്ച്മെന്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി. Therefore, due to this electrical energy which maintain constant electric current in a circuit. ഒരു സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെല്ലിൽ രണ്ട് മെറ്റൽ പാർട്സ് ഉണ്ടാവും. അതിന് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കും. രണ്ട് ഡിഫറെൻറ്റ് മെറ്റലായിരിക്കും അത്. കാഥോഡ് ആനോഡ് നമ്മൾ പറയും. ഇലക്ട്രോഡ്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ സം സൊല്യൂഷൻ. ആ സൊല്യൂഷനെയാണല്ലോ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രോലൈറ്റ്സ് അവിടെ കെമിക്കൽ എനർജിയാണ്. ഈ കെമിക്കൽ എനർജി കാരണം അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഒറിജിനാണ്. ആ ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറയും. കൺസിക്വൻ്റ്ലി പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രോഡിലോട്ട് പോവുകയും നെഗറ്റീവ് ചാർജ് അടുത്ത ഇലക്ട്രോഡിലോട്ട് പോവുകയും ആ ചാർജ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം പോസിറ്റീവ് ചാർജ് ഡെപ്പോസിറ്റ് ചെയ്ത ആ ഇലക്ട്രോഡിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുകയും നെഗറ്റീവ് ചാർജ് ഡെപ്പോസിറ്റ് ചെയ്ത ആ ഇലക്ട്രോഡിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പം സെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ഫ്ലോ ചെയ്യുള്ളൂ. എ പോസിറ്റീവ് ചാർജ് മൂവ്സ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ അവിടെ ആ സർക്യൂട്ടിൽ നമ്മൾ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വിളിക്കാം. ഇപ്പം ഒരു കോപ്പർ വയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ വയർ എടുക്കുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇലക്ട്രോണെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സോഴ്സ് ഓഫ് ഇ എം എഫ് ഓർ സെല്ല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡ്രൈ സെല്ലിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്മൾ എപ്പോഴും കാണുന്ന ആ സെല്ലിൽ അവിടെ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ ചിലതിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തെർമോപൈലിലാണെങ്കിൽ അവിടെ തെർമൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോളാർ സെല്ലിലേക്ക് ആണെങ്കിൽ അവിടെ റേഡിയൻ്റ് എനർജി, ലൈറ്റ് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ആണെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടെ പെടുത്താം, നമുക്ക് സോഴ്സ് ഓഫ് ഇ എം എഫിൽ പെടുത്താം. അപ്പോൾ എന്താണ് ഇ എം എഫ് എന്ന് ഞാൻ പറഞ്ഞില്ല. എങ്ങനെയാണ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇ എം എഫിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതിനെപ്പറ്റിയുള്ള ബ്രീഫ് ഐഡിയ ആണ് ഈ ക്ലാസ് ഞാൻ തരുന്നത്. ഇതിന് ബാക്കി ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ. ഒരു സെല്ലുണ്ടെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലേ ചാർജ് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സർക്യൂട്ട് കറണ്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൽ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്ന പോലെ തന്നെ മോട്ടർ കൊണ്ട് വെക്കും. ആ മോളിൽ കൊണ്ട് വെച്ചിരിക്കുന്ന വെള്ളം വീണ്ടും നമ്മൾ താഴോട്ടേക്ക് ഒഴുക്കണമെങ്കിൽ വേറെ മോട്ടറിന് ആവശ്യമില്ല. കാരണം ഹൈ പൊട്ടൻഷ്യൽ എനർജിയിലാണ് ആ ടാങ്ക് ഉള്ളത്. അപ്പോൾ വെള്ളം ഈ കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള വെള്ളം തന്നെ താഴത്തേക്ക് വരും, പൈപ്പ് ഉപയോഗിച്ച് തന്നെ താഴത്തേക്ക് വരും. താഴെയുള്ള വെള്ളമാണ് മുകളിലോട്ട് കൊണ്ടുവെക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ട? മോട്ടർ വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ബ്രീഫായിട്ട് ഞാനിപ്പോൾ ഈ പിക്ചർ വെച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പോൾ എന്താണ് സെല്ലിനുള്ളിൽ നടക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സെല്ല് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഓഫ് ഇ എം എഫ്. എങ്ങനെയാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഇ എം എഫ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ. അപ്പം ഞാനിവിടെ എടുക്കുന്ന സെല്ല് സാധാരണ കാണുന്ന സെല്ലാണ്, ഡ്രൈ സെല്ലാണ് എടുക്കുന്നത്. അവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. കെമിക്കൽ എനർജിനെയാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. നോക്കുക, പിക്ചർ നോക്കുക. ഒരു സെല്ലിന്റെ പിക്ചറാണ്. ഇതിനുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, 2 ഇലക്ട്രോഡ് ഉണ്ട്. ഇതൊരു ഇലക്ട്രോഡ്, അതിനെ പി എന്ന് വിളിച്ചു. ഇത് അടുത്ത ഇലക്ട്രോഡ്, അതിനെ എൻ എന്നും വിളിച്ചു. ഓക്കെ.
എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ സെല്ല് ഇപ്പോൾ ഓപ്പൺ ആണ്. അതായത് ഈ സെല്ലിൽ നിന്ന് ഞാൻ കറണ്ട് ഒന്നും എടുക്കുന്നില്ല. വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ കണക്ഷനും ആയിട്ട് ഞാൻ ഈ സെല്ല് കണക്ട് ചെയ്യുന്നില്ല. സെല്ല് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഇപ്പൊ സെല്ലിലൂടെ ഇലക്ട്രോലൈറ്റ്സ് ആണ് പറഞ്ഞു. ഇവിടെ കെമിക്കൽ എനർജിയാണ്. ഈ കെമിക്കൽ എനർജി കാരണം അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഒറിജിൻ ആണ്. അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, QE അല്ല ഈ ഫോഴ്സ്. ഇത് കെമിക്കൽ എനർജി കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ്. അതുകൊണ്ട് ആ ഫോഴ്സിനെ നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഒറിജിൻ ആയത് കാരണം ഞാൻ FN എന്ന് വിളിച്ചു. ആ ഫോഴ്സിനെ FN എന്ന് വിളിച്ചു. നോൺ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് കൊടുത്തിരിക്കുന്നത്. നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഒറിജിൻ ആണ്. കെമിക്കൽ എനർജീനെ കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫോഴ്സ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് അഥവാ ഇലക്ട്രോലൈറ്റ്സിലുള്ള ചാർജ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഈ ഫോഴ്സ് കാരണം ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഇലക്ട്രോഡ്സിലോട്ട് പോകാന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് അല്ല ഇവിടെ വരുന്നു. ഈ പോസിറ്റീവ് ഇലക്ട്രോഡ്സ് വരുന്നു. ഇവിടെ പോസിറ്റീവ് വരുന്നു, പോസിറ്റീവ് വരുന്നു. കറസ്പോണ്ടിങ് നെഗറ്റീവ് ചാർജ് അല്ല ഇവിടെയും വരുന്നു. അപ്പൊ ഇവിടെ 3 പോസിറ്റീവായി, കറസ്പോണ്ടിങ് ഇവിടെ 3 നെഗറ്റീവായി നോക്കും. അങ്ങനെ ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ വീണ്ടും നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ P എന്ന് വിളിച്ചത്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്നും ഇതിനെന്ത് വിളിച്ചു? നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിച്ചു. ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് പോസിറ്റീവ് ചാർജ് വന്നു, നെഗറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ചാർജ് വന്നത് ഇപ്പോൾ അത് കെമിക്കൽ എനർജി കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സിനെയാണ് നമ്മൾ നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് FN എന്ന് പറഞ്ഞു കൊടുത്തത്. ആ ഫോഴ്സ് കാരണമാണ് അത് വന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്ത്? പോസിറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്. അപ്പം നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ FN ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്കാണ് FN ഡയറക്ഷൻ. അത് N2P ആണ് പോസിറ്റീവ് ചാർജ് പോയത്. അതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഞാൻ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത ഡയറക്ഷനാണ് എടുക്കുന്നത്. അതിന് എന്ത് കൊടുത്തു? FN. ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ FN. ഓക്കെ. ഇനി എന്ത് സംഭവിക്കും? ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നു, നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് വന്നു. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുമ്പോൾ വേറൊരു ഫോഴ്സും കൂടി അവിടെ ഉണ്ടാകുകയാണ്. ഏത് ഫോഴ്സ്? ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും അടുത്ത പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും വന്നാൽ അവിടെ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടായി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടായി. QE എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടായി. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. Then this is the direction of the electrostatic force or electric force. Then this force is FE എന്ന് കൊടുത്തു. Then FE is directed from positive to negative. Then this force is directed from in this direction. The FE is directed opposite to the non-electrostatic force. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോഴ്സും കൂടെ ബാലൻസ് ആയി. ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്ന കാരണം P എന്ന് പറയുന്ന ഈ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് വന്ന കാരണം ആ P എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എന്ത് പറ്റും? ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അങ്ങോട്ടേക്കും ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സും കൂടി എന്താവും? ബാലൻസ് ചെയ്യും. ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നു, നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുന്നു. ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് വരുന്നു. പോസിറ്റീവ് ചാർജ് ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഈക്വൽ ആയിട്ട് അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വരുന്നു. രണ്ട് ഫോഴ്സും ബാലൻസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അഥവാ ഇവിടെ ഇനി പോസിറ്റീവ് ചാർജ് ഇനി ഒന്നും വരില്ല, ഇവിടെ ഇനി നെഗറ്റീവ് ചാർജ് ഒന്നും വരില്ല. രണ്ട് ഫോഴ്സും കൂടെ ബാലൻസ് ആയി. അപ്പൊ ഇപ്പൊ ഏതൊക്കെ ബാലൻസ് ആയി? FN ഈസ് ഈക്വൽ ടു എന്ത് വന്നു? FE ആണ്. എന്താ FE? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. രണ്ട് ഫോഴ്സും കൂടെ ബാലൻസ് ആയി. ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ സിറ്റുവേഷൻ ആയാൽ അതിപ്പോ സെല്ലായി. സെൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില അറേഞ്ച്മെന്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സെൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് EMF. EMF എന്ന് പറയുന്ന വാക്ക് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. എന്താണെന്ന് പറയാൻ പോകുന്നത്? സെൽ ഓർ സോഴ്സ് ഓഫ് EMF. ഓക്കെ. അതവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റന്റ് കറണ്ട് നമ്മൾ ഒരു സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റഡി കറണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് ആ EMF വരുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് EMF എന്നാണ് പറയാൻ പോകുന്നത്. FN ഈസ് ഈക്വൽ ടു വന്നു, FE വന്നു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് FE? FE ഈസ് ഈക്വൽ ടു QE. എന്താ Q? ഇവിടെയുള്ള ചാർജ്. എന്താണ് E? ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ടാക്കിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് QE. FE is equal to QE. Okay. Then these two forces are equal. Then FE is equal to QE. That is equal to FN. Okay. സെല്ലിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഫോഴ്സും വന്ന കാരണം FN FE കൂടി എന്തായി പോയി? സെയിം ആയത് കാരണം ഫർദർ ആയിട്ട് യാതൊരു ട്രാൻസ്ഫറും ചാർജിന്റെ യാതൊരു ട്രാൻസ്ഫറും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോയപ്പോൾ FE is equal to QE വന്നു. ആ QE തന്നെയായിരിക്കും എന്ത്? FN എന്നും വരുന്നത്. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്
ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം ഉണ്ടായ ഫോഴ്സ് കാരണം, ആ ഫോഴ്സ് വർക്ക് ചെയ്ത കാരണമാണല്ലോ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് എല്ലാ പോസിറ്റീവ് ചാർജിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വർക്ക് ചെയ്തിട്ടാണല്ലോ ഇവിടെയെല്ലാം പോസിറ്റീവ് ചാർജും അതുപോലെ ഇവിടെയെല്ലാം നെഗറ്റീവ് ചാർജും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പൊ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പിയും എന്നും നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഫോഴ്സ് നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്, എഫ് എൻ ആണ്, അതുകൊണ്ടാണ് എഫ് എൻ ഇൻറ്റു ഡി എന്ന് കൊടുത്തു. ഇത് എഫ് എന്ന് കൊടുക്കാനുള്ള കാരണം ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ചാർജിനെ പ്ലേറ്റ് പിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്, പോസിറ്റീവ് ചാർജിനെ പ്ലേറ്റ് പി കൊണ്ട് വെച്ചിരിക്കുന്നത് ആരാണ്, ഈ കെമിക്കൽ റിയാക്ഷൻ കാരണമുള്ള കെമിക്കൽ എനർജി കൊണ്ടുണ്ടായ ഫോഴ്സ് കാരണമാണ്. അതുകൊണ്ടാണ് എഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എഫ് എന്റെ വാല്യൂ എഫ് യുടെ വാല്യൂ ഇപ്പൊ സെയിം ആണ്. അതുകൊണ്ട് ഞാൻ എഫ് എന്ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡബ്ല്യു ഇസ് ഈക്വൽ എന്ത് വരുന്നു, ക്യൂ ഇ ഇൻറ്റു എന്ത് വരുന്നു, ഡി എന്ന് വരുന്നു. എഫ് എന്ന് പകരം എഫ് എൻ ആണ് വേണ്ടത്, എഫ് സെയിം ആയി, എഫ് ഇക്ക് പകരം ക്യൂ ഇ എന്ന് കൊടുത്തു. അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ക്യൂ ഇ ഡി എന്ന് പറയും. എന്താണ് ഇ എം എഫ്, എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സെൽ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് around closed path, once around the closed path. EMF is the maximum amount of work done in taking a unit positive charge once around the closed circuit. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് ചെയ്യുന്നത്, ആ വർക്ക് ഡണിന് ഈക്വൽ ആയിരിക്കും ആ സോഴ്സിന്റെ ഇ എം എഫ്. ഓക്കെ, ഇപ്പൊ ഒരു സെല്ല് ഞാൻ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്തുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സോഴ്സ് ഓഫ് ഇ എം എഫ് ഉണ്ടെന്ന് പറയുന്ന അർത്ഥം യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഈ റെസിസ്റ്റർ കൂടെ വന്നിട്ട് ഇവിടെ എത്തി വീണ്ടും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലൂടെ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരണം. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് പോകുന്ന പോസിറ്റീവ് ചാർജ് ഓൾറെഡി ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട് തന്നെ മൂവ് ചെയ്തോളും. കാരണം ഇത് ഹൈ പൊട്ടൻഷ്യലാണ്, ഇത് ലോ പൊട്ടൻഷ്യലാണ്. അങ്ങനെ മൂവ് ചെയ്ത പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തുന്നു. ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉള്ളത്, ലോ പൊട്ടൻഷ്യൽ ആണുള്ളത്. ലോ പൊട്ടൻഷ്യൽ നിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവ് ചാർജ് ഹൈ പൊട്ടൻഷ്യലോട്ട് പോകില്ല. അപ്പൊ സെല്ലിന്റെ ഉള്ളില് ഇലക്ട്രോലൈറ്റ്സ് ആണുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലോ പൊട്ടൻഷ്യലിൽ നിന്നും ഹൈ പൊട്ടൻഷ്യലോട്ട് പോസിറ്റീവ് ചാർജ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റൂല. പക്ഷെ സെല്ല് ചെയ്തോളും, ആ വർക്ക് സെല്ല് ചെയ്തോളും. അപ്പൊ സെല്ല് എന്ത് ചെയ്യും, ഇവിടെ വരുന്ന ഓരോ പോസിറ്റീവ് ചാർജിനും ലോ പൊട്ടൻഷ്യൽ വരുന്ന ഓരോ പോസിറ്റീവ് ചാർജിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ഹൈ പൊട്ടൻഷ്യലോട്ട് കൊണ്ടുപോകും. അത് സെല്ല് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. എന്തുവേണ്ടി, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നു. എങ്ങനെ മൂവ് ചെയ്യിക്കുന്നു, വൺസ് അറൌണ്ട് ദ ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻക്ലൂഡിങ് സെൽ അടക്കം ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ മൊത്തം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എത്രയാണോ ആ വർക്ക് ഡണിനെ വിളിക്കുന്ന പേരാണിത് ഇ എം എഫ്. ആ വർക്ക് ഡണിനെ വിളിക്കുന്ന പേരാണിത് ഇ എം എഫ്. ഓക്കെ, അപ്പൊ സെല്ലിൽ ഇവിടെ ഹൈ പൊട്ടൻഷ്യലും ഇവിടെ ലോ പൊട്ടൻഷ്യലും ഉള്ളപ്പോൾ സെല്ല് രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹൈ പൊട്ടൻഷ്യലും ലോ പൊട്ടൻഷ്യലും ഇവിടെ വന്ന കാരണം പോസിറ്റീവ് ചാർജ് ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്തു, പ്രശ്നമില്ല. അത് സെല്ല് അവിടെ ഉള്ളത് കാരണം സംഭവിച്ചാണ്. രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത്, ലോ പൊട്ടൻഷ്യൽ വരുന്ന പോസിറ്റീവ് ചാർജിനെ എടുത്തിട്ട് എവിടെ കൊണ്ട് വെക്കണം, ഹൈ പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് വെക്കണം. ഓക്കെ, താഴെയുള്ള വെള്ളം മോട്ടർ ടാങ്കിൽ മുകളിൽ എത്തിക്കുന്ന പോലെ മുകളിലുള്ള വെള്ളം തന്നെ താഴേക്ക് വരും. പക്ഷെ താഴെ വെള്ളം മുകളിൽ എത്തിക്കാൻ വേണ്ടി എന്ത് തന്നെ വേണം, മോട്ടർ വേണം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വെള്ളം കോരിക്കൊണ്ട് ടാങ്ക് കൊണ്ട് ഒഴിക്കേണ്ടി വരും. അതാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. താഴെ ലോ പൊട്ടൻഷ്യൽ വരുന്ന പോസിറ്റീവ് ചാർജിനെ എവിടെ കൊണ്ട് വെക്കുന്നു, ഹൈ പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് വെക്കുന്നു. ആ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എത്രയാണോ ആ വർക്ക് ഡൺ ആണ് ആ സെല്ലിന്റെ ഇ എം എഫ്. ഈ പിക്ചറിൽ ഒരാളെ കാണാം. അയാൾ അയൺ ബോൾ താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഉയർത്തി വെക്കുന്നു. ആ ഉയർത്തുന്ന സാധനം ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ കൂടെ താഴോട്ടേക്ക് വന്നു, വീണ്ടും താഴെ വരുന്നു, വീണ്ടും അയാൾ ഉയർത്തി വെക്കുന്നു. സ്റ്റഡി റേറ്റിൽ ഈ വർക്ക് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെ നമുക്ക് സോഴ്സ് ഓഫ് ഇ എം എഫിന് ഈക്വലായിട്ട് വിചാരിക്കാം. അയൺ ബോളിനെ പോസിറ്റീവ് ചാർജ് ലോ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്ത് നിന്ന് ഹൈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്തേക്ക് ഉയർത്തിയ പോലെ നമുക്ക് വിചാരിക്കാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ EMF of a source is defined as the amount of work done in taking a unit positive charge once around the circuit including cell. Okay. അപ്പോൾ എത്രമാത്രം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആ വർക്ക് ഡൺ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. W നമ്മൾ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ദെൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF that is equal to W divided by Q, work done per unit positive charge, where Q is the charge, work done per unit positive charge. If Q is equal to 1, W is equal to ED, that is equal to EMF.
then W by Q is equal to QED by Q. And this is called EMF. E എന്ന് കൊടുത്തു. ഇത് EMF എന്ന് പറഞ്ഞാൽ work done per unit positive charge. Or here Q is equal to 1, W is equal to ED. That is equal to EMF. Then EMF നെ E എന്ന് കൊടുത്ത് E is equal to W by Q. Then Q ഉം Q ഉം cancel ആയി ED എന്ന് കിട്ടി. Then E is equal to ED എന്ന് കിട്ടി. What is ED? We have equation V is equal to ED. That is a relation connecting potential and electric field. If the field is uniform, P is equal to ED. Then E is equal to, or EMF E is equal to ED. E is equal to ED. EMF is equal to E into D. What it means ED? ED is equal to V. Then what it means V? V is called potential difference. Then EMF is equal to potential difference. Okay. Then EMF എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴും അതൊരു ഫോഴ്സ് അല്ല, ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെ വന്നതാണ്. പണ്ട് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത സമയത്ത് EMF എന്ന് പറഞ്ഞ സാധനം അതൊരു ഫോഴ്സ് ആണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ന്യൂട്ടൺ നല്ല കിട്ടും നമുക്ക് യൂണിറ്റ്. കാരണം EMF എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് EMF or ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? വോൾട്ട് ആണ് അതിന്റെ യൂണിറ്റ്. അതുകൊണ്ട് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ്സെൽഫ് ആണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങളുണ്ട്. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മുടെ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അതെങ്കിലും അതിനെങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ടേമിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF ഒന്ന് തന്നെയാണോ? ഈ കാര്യങ്ങൾ ഞാൻ അടുത്ത ടോപ്പിക്കിൽ കൈകാര്യം ചെയ്യുന്നതാണ്.